അണമുറിയുന്ന ജനരോഷമാണ്. വനംവകുപ്പിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വന്ന ജീപ്പാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നാട്ടുകാരവിടെ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നു. അവിടെയാണ് വനംവകുപ്പ് ജീവനക്കാർ എത്തിയത്. അവർക്കെതിരെ പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത വനംവകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഇവിടെ കാര്യങ്ങൾ നോക്കാൻ പോലീസ് അടക്കമുണ്ട്. വനംവകുപ്പിന്റെ ജീവനക്കാർ എന്തിനിവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം തുടങ്ങിയത്. പിന്നീട് വനംവകുപ്പിന്റെ ജീപ്പിന്റെ കാറ്റഴിച്ചു വിട്ടു. അതിന്റെ മുകളിൽ വരെ കയറിയുള്ള നാട്ടുകാരുടെ പ്രതിഷേധമാണ് കണ്ടത്. ഇപ്പോൾ റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് അത് കടന്നിരിക്കുകയാണ്. വനംവകുപ്പ് ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ട് എന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നു. അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ചില നാട്ടുകാർ പ്രതികരിച്ചു. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ജനങ്ങളെ ശാന്തരാക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോഴും പ്രതിഷേധം ശക്തമാണ്. ഇടയ്ക്ക് ടി സിദ്ദിഖ് എം എൽ എ അവിടെ വന്ന് നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ നീക്കവും വിഫലമായി. കളക്ടറും വനംവകുപ്പിന്റെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും എത്താതെ പ്രതിഷേധത്തിൽ നിന്ന് അണുവിട മാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ ഒരു ജനത മുഴുവൻ സമരരംഗത്തിറങ്ങിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ പറഞ്ഞോളൂ. വേണു, വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ മാത്രമല്ല പ്രതിഷേധം ഉണ്ടാവുന്നത്. വേണു മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥലത്തെത്തിയ ടി സിദ്ദിഖ് എം എൽ എക്ക് നേരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കൾ ഇവിടേക്ക് എത്തുന്നത്. തങ്ങളുടെ പ്രശ്നങ്ങളിൽ എല്ലാ ദിവസവും കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല. ഇത്തരത്തിൽ ആനയുടെ കടുവയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്തുന്നത്, അവരോട് പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നത് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വനംവകുപ്പിന്റെ വാഹനം തകർക്കാനുള്ള ശ്രമം മുമ്പ് നടന്നിരുന്നു. അത് ആളുകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് ടി സിദ്ദിഖ് എം എൽ എ അല്പം മുമ്പ് ഇവിടെ എത്തിയത്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം, രാഹുൽ, ഇത്രയും വലിയ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് ഈ വനംവകുപ്പിന്റെ ജീവനക്കാർ എത്തിയ സാഹചര്യം എന്തായിരുന്നു? വേണു, ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം സമാധാനപരമായിരുന്നു ആദ്യം പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടെ പോളിന്റെ മൃതദേഹവുമായി സമാധാനപരമായുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇവിടെ വനം വകുപ്പ് ജീവനക്കാർ അധികമുള്ള സ്ഥലം കൂടിയാണ്, വനമേഖല കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് വനം വകുപ്പ് ജീവനക്കാരും പോലീസും ഇവിടേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ അവർക്ക് നേരെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറേ നേരമായി, അതായത് 10 മണിയോടുകൂടി ഇവിടെ മൃതദേഹം എത്തിക്കുന്നു. മണി 11 കഴിഞ്ഞപ്പോഴും അവർ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. അതിനിടയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായി, ഒരു പശു ചത്തു. അപ്പോഴാണ് പ്രതിഷേധം വലിയ രീതിയിലേക്ക് വ്യാപിച്ചത്. സമാധാനപരമായ പ്രതിഷേധം അത് പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറിയത് അപ്പോഴാണ്. ഇവിടെ വനംവകുപ്പ് ജീവനക്കാർ വെറുതെ ഇരിക്കാതെ ആനയെ തുരത്താനും കടുവേനെ കണ്ടെത്താനും ഉള്ള ശ്രമം നടത്തണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് പ്രതിഷേധം വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത്. ആ ആനയെ കണ്ടെത്താൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആന ദൗത്യം 6 ദിവസത്തിലേക്ക് അടുക്കുകയാണ്. ആ ആനയെ പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന 2 പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. വനം വകുപ്പിനെതിരെയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും മാത്രമല്ല നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുക, വനം മന്ത്രിക്കെതിരെയും പ്രതിഷേധം ഉണ്ടാകും എന്ന് നാട്ടുകാർ വ്യക്തമാക്കുകയാണ്. മന്ത്രിയെ തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. AK ശശീന്ദ്രനെ ലക്കിടി ബോർഡർ കടക്കാൻ അനുവദിക്കില്ല എന്ന് സമരക്കാർ പറയുന്നു. ജില്ലയെ അവഗണിച്ച മന്ത്രിയാണ്, ആ മന്ത്രിയെയും പരിവാരങ്ങളെയും തടയുക തന്നെ ചെയ്യുമെന്നാണ് സമരക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വന്യമൃഗങ്ങളെ നേരിടുന്ന തങ്ങൾക്ക് പോലീസിനെയും ഭയമില്ല എന്നും അവർ പറയുന്നു. തുടർച്ചയായ വന്യജീവി ആക്രമണം നടന്നിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. AK ശശീന്ദ്രനെയും സംഘത്തെയും കരിങ്കൊടി കാട്ടി നേരിടുമെന്ന UDF പ്രവർത്തകരും നിലപാട് വ്യക്തമാക്കുകയാണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം ചേരാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു. മന്ത്രിമാരുടെ സംഘം 20-ാം തീയതിക്കകം വയനാട് സന്ദർശിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ മന്ത്രിയെ അടക്കം അവിടേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് ജനങ്ങളും സമരക്കാരുമെല്ലാം എത്തുകയാണ്. രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ, ഈ കടുവയുടെ ആക്രമണവും ഉണ്ടായല്ലോ. അവിടെ ഒരു കാളക്കുട്ടിയെ കടുവ ആക്രമിച്ചു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. അതിന്റെ പ്രതിഷേധവും ഈ പുൽപ്പള്ളിയിലേക്ക് എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സാഹചര്യം വീണ്ടും മോശമാകുമോ രാഹുൽ?
തീർച്ചയായിട്ടും ആ പ്രതിഷേധം കൂടി ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. പശുവുമായി ഉടൻ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിഷേധം വീണ്ടും അതിരുകടക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് പുൽപ്പള്ളി നഗരത്തിലാണ്. പുൽപ്പള്ളി നഗരത്തിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ അകലെയാണ് 56 എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുള്ളത്. ആ സ്ഥലത്ത് വെച്ചാണ് വാടിയിൽ ബേബി എന്ന വ്യക്തിയുടെ പശുവിനെ കൊന്നിട്ടുള്ളത്. അവിടെ നിന്നും ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ആ ചത്ത പശുവുമായി ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ആയാൽ ആ പ്രതിഷേധം വലിയ രീതിയിൽ വ്യാപിക്കും. വേണു, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പശുവുമായും ആളുകളുടെ പ്രതിഷേധം പുൽപ്പള്ളി നഗരത്തിലേക്ക് എത്തുന്നതാണ്. ട്രാക്ടറിലാണ് ആ ചത്ത പശുവിനെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആളുകൾ ഈ വാഹനത്തിന് മുന്നിൽ കൈകൊട്ടിയും അല്ലാതെയും പല രീതിയിലും അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുദ്രാവാക്യം മുഴക്കിയും അല്ലാതെയും പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ ആ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ ട്രാക്ടറിലാണ് ഇന്ന് രാവിലെ കടുവ കൊന്ന പശുവിന്റെ ജഡം എത്തിക്കുന്നത്. പുൽപ്പള്ളി നഗരത്തിൽ പശുവിന്റെ ജഡം എത്തിച്ച ശേഷം ആ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കാനാണ് നിലവിൽ തീരുമാനമുള്ളത്. അതിനിടയിലാണ് തൊട്ടു മുമ്പുണ്ടായതുപോലെ തന്നെ വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെയും വനം വകുപ്പ് വാഹനത്തിന് നേരെയും വീണ്ടും പ്രതിഷേധം ഉണ്ടാകുന്നത്. ആളുകൾ വാഹനത്തിന്റെ ടയറിന്റെ കാറ്റ് കുത്തിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാഹനം മാറ്റുന്നതിനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. വാഹനം ആക്രമിക്കാനുള്ള ശ്രമമാണ് വീണ്ടും ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരിയ സംഘർഷം ഉണ്ടായി എന്ന് തന്നെ പറയാം വേണു. നിലവിൽ നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ജനങ്ങളും നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരിക്കുന്നു. ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടന്നെങ്കിലും ആളുകൾ പിന്തിരിയാതെ വന്നതോടെയാണ് പോലീസും നാട്ടുകാരും തമ്മിൽ നേരിയ വാക്കുതർക്കം ഉണ്ടായിരിക്കുന്നത്. നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് കഴിവപ്പെടുത്ത് പശുവിനെ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പശുവിനെ കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സംഭവിച്ചാണ് വണ്ടി ബോഡിയോ ആശ്രമത്തിൽ